തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ MP നികേഷ് കുമാറിനെ LDF സ്ഥാനാർത്ഥിയാക്കാൻ CPM-ൽ നീക്കം. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും സിറ്റിംഗ് MLA-യുമായ MV ഗോവിന്ദനാണ് നികേഷിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ. എന്നാൽ നികേഷിനെ മത്സരിപ്പിക്കുന്നതിനോട് തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി കടുത്ത എതിർപ്പാണ് ഉയർത്തുന്നത്. മാധ്യമപ്രവർത്തനം വിട്ട് സജീവ രാഷ്ട്രീയത്തിലിറങ്ങിയ നികേഷ് കുമാറിനെ സുരക്ഷിത മണ്ഡലമായ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാനാണ് ആലോചന നടക്കുന്നത്. MV രാഘവനോടുണ്ടായിരുന്ന അടുപ്പത്തിന്റെ പേരിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ നികേഷിനെ പിന്തുണക്കുന്നത്. 10 വർഷം മുൻപ് കന്നി പോരാട്ടത്തിൽ അഴീക്കോട്ട് നേരിട്ട തോൽവി നികേഷിന് വലിയ തിരിച്ചടിയായിരുന്നു. ഇത് മറികടക്കാൻ തളിപ്പറമ്പ് പോലുള്ള മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് പുതിയ നീക്കം. നികേഷിന്റെ പിതാവായ MV രാഘവൻ 1977-ൽ തളിപ്പറമ്പിൽ നിന്ന് CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചിരുന്നു. രാഘവനോട് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹവും കരുതലും മകന്റെ കാര്യത്തിലും MV ഗോവിന്ദൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തന്റെ പിൻഗാമിയായി നികേഷ് വരണമെന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി വന്നതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് വിരമിച്ച് നികേഷ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായത്. തുടർന്ന് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിഭാഗം തലവനുമായി. എന്നാൽ അഴീക്കോട് മണ്ഡലത്തിലെ അനുഭവം ചൂണ്ടിക്കാട്ടി തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി നികേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്നു. കഴിഞ്ഞ തവണ യുവ നേതാവായ VP അബ്ദുൾ റഷീദിനോട് 22,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് MV ഗോവിന്ദന് തളിപ്പറമ്പിൽ നേടാനായത്. രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമില്ലാത്ത നികേഷിനെ മത്സരിപ്പിച്ചാൽ കുത്തകയായ മണ്ഡലം കൈവിട്ടുപോകുമോ എന്ന ആശങ്കയാണ് പ്രാദേശിക CPM നേതൃത്വം ഉന്നയിക്കുന്നത്. ഇളക്കം തട്ടാത്ത ഇടതുകോട്ടയല്ല തളിപ്പറമ്പെന്ന തിരിച്ചറിവ് CPM-ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാദേശിക നേതൃത്വം MV നികേഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്നത്. മണ്ഡലം കൈവിട്ടുപോകരുതെന്ന മുൻകരുതലാണ് മുതിർന്ന നേതാക്കൾ ആരെങ്കിലും മത്സരിക്കണമെന്ന ആവശ്യം പ്രാദേശിക നേതൃത്വം ഉന്നയിക്കുന്നതിന് പിന്നിൽ. ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.